ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്ന ഫാറ്റി ലിവർ ഡിസീസ്, ഫൈബ്രോസ്കാൻ ആൻഡ് ഡയബറ്റിസ് മെൽറ്റസ്. അതായത് പ്രമേഹ രോഗവും രോഗികൾ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ്, ഫൈബ്രോസ്കാൻ ചെയ്ത് നമുക്ക് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാനും ഫൈബ്രോസ് തടയാൻ സാധിക്കുന്നതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. നേരത്തെ ഞാനൊരു വീഡിയോയിൽ ഫാറ്റി ലിവർ ഡിസീസിനെ പറ്റി പറഞ്ഞു. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ ഈ ഫാറ്റ് ലിവർ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം പ്രമേഹ രോഗം തന്നെ വരുന്നത് നമുക്കറിയാം, കൂടുതൽ ഒബീസ് ആൾ, ടൈപ്പ് 2 ഡയബറ്റിസ്. 90% ആൾക്കാർ കാണുന്ന പ്രമേഹ രോഗം ടൈപ്പ് 2 ആണ്. അത് കൂടുതലും ഒബിസിറ്റി, അവരെല്ലാം കുറച്ച് അമിതവണ്ണം ഉണ്ടാകും, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയും. ഇന്ത്യയിലാണെങ്കിൽ നമുക്കൊരു 30-35% ആൾക്കാർക്കും അബ്ഡോമിനൽ ഒബിസിറ്റി ഉണ്ട്. അതായത് നമ്മുടെ വയറിന് ചുറ്റും അമിതവണ്ണമുണ്ട്. അതായത് കൂടുതൽ ഇൻറ്റേർണൽ ഓർഗൻസ്, അതായത് വയറിൻ്റെ അകത്തുള്ള ഓർഗൻസിന് ചുറ്റും നല്ല രീതിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനും ഡയബറ്റിസ് വരാനും കാർഡിയാക് റിസ്ക് കൂട്ടാനും അത് ഉപകരിക്കും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? നമുക്ക് ഈ അമിതവണ്ണം കുറച്ച് നമുക്ക് ഈ ഫാറ്റി ലിവർ ഡിസീസ് പ്രോഗ്രസ്, അത് അഡ്വാൻസ്ഡ് ഫൈബ്രോസിലേക്ക്, അപ്പോൾ അതിനെപ്പറ്റി ഒരു വലിയൊരു ടെർഷറി കെയർ സെൻ്റർ എന്ന് പറയും, ഒരു ടെർഷറി ലെവലിലുള്ള ഹോസ്പിറ്റലിനെ പറ്റി ഫൈബ്രോസ്കാൻ, അതായത് ഷുഗർ രോഗികളിൽ, പ്രത്യേകിച്ച് ഗർഭിണികളെ ഒഴിവാക്കി, ഒത്തിരി പ്രായമുള്ളവരെ ഒഴിവാക്കി, 18 വയസ്സ് താഴെ ഒഴിവാക്കി, അപ്പോൾ അങ്ങനെയുള്ളവരെ വേറെ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരെ ഒഴിവാക്കി, അല്ലെങ്കിൽ സിറോസ് ഉള്ളവരൊക്കെ ഒഴിവാക്കി ഒരു ഡയബറ്റിക് രോഗികളിൽ ഒരു ഫൈബ്രോസ്കാൻ പഠനം നടത്തിയപ്പോൾ കണ്ടുവന്നത് 27% ആൾക്കാരിൽ, അതായത് ഈ പ്രമേഹ രോഗികൾ അഡ്വാൻസ്ഡ് ഫൈബ്രോസ് ലെവലിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പലപ്പോഴും അവർ അറിയുന്നില്ല, പെട്ടെന്നൊരു ക്ഷീണം വന്നു അല്ലെങ്കിൽ കാല നീരൊക്കെ വന്ന് നമ്മൾ ലിവർ ഫൈബ്രോസ് സിറോസിലേക്ക് പോയിട്ടാരും കണ്ടുപിടിക്കും. പക്ഷേ ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഫാറ്റി ലിവർ എന്ന ഡോക്ടർ സ്കാനിങ് പറഞ്ഞ് നമ്മളൊരു ഫൈബ്രോസ്കാൻ ചെയ്യും, ട്രാൻസെൻഡൻ്റൽ എലോസ്റ്റോഗ്രാഫി. അപ്പോൾ ഒരു ഫൈബ്രോസ്കാൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫൈബ്രോസ് ഉണ്ട്, അതിനൊരു സ്കോറിംഗ് ഉണ്ട്, ഫിബ് 1, 2, 3, 4 എന്ന് പറയും. 4 ആകുമ്പോൾ സിറോസ് ആണ്, അതിൻ്റെ സ്കോറിങ് വെച്ച് അപ്പം നമുക്ക് എത്രത്തോളം വന്നു, 7 തൊട്ട് അത് 20 മുകളിലായി കഴിഞ്ഞാൽ സിറോസ് ആകും. അപ്പോൾ 7 തൊട്ട് എത്ര വരെ നമുക്ക് വന്നിട്ടുണ്ട്, ആ സ്കോർ നോക്കണം. 1ലാണ്, 2ലാണ്, 3ലാണ്. നമുക്കൊരു സിറോസിന് മുമ്പ്, ഈവൻ സിറോസ് ആണെങ്കിൽ നമുക്കിപ്പോൾ റീജനറേറ്റ് ചെയ്ത സെല്ലാം, ലിവറിൻ്റെ സെല്ല് നമ്മൾ റീജനറേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പോൾ ആൽക്കോൾ അല്ലാത്ത കേസാണ് ഞാൻ പറയുന്നത്. ആൽക്കോളാണെങ്കിൽ ആൽക്കോൾ നിർത്തിയാൽ നമുക്ക് കുറേയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇത് നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് നമുക്ക് പ്രത്യേക കാരണമൊന്നുമില്ല, ഇഡിയോപ്പതി, നമുക്ക് കാരണം നമുക്ക് കാണില്ല. നമുക്കറിയാം ലിവർ ഡിസീസ്, പ്രത്യേകിച്ച് സിറോസ്, ഒരു 10 കൂട്ടം കാരണങ്ങളുണ്ട് സിറോസ് വരാൻ വേണ്ടി. ആൽക്കോളിക് ഫാക്ടറാണ്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, സി ഉണ്ട്, ഇഡിയോപ്പതിക് ഉണ്ട്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഉണ്ട്, ഓട്ടോമ്യൂൺ ഉണ്ട്, ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പം ഇതൊന്നും അല്ലാതെ ഒരു കാരണമാണ് പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവർ, പ്രത്യേകിച്ച് ഡയബറ്റിക് രോഗികൾ ഫാറ്റി ലിവർ ഡിസീസ് വന്ന് അത് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് 100 പേരെ നോക്കി 27 ആൾക്കാരിൽ അഡ്വാൻസ് ഫൈബ്രോസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് തടയുക. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് കൂടാതെ അപ്പം വണ്ണമുള്ള അബ്ഡോമിനൽ ഒബിസിറ്റി ഉണ്ട്, അമിതവണ്ണമുണ്ട്, നല്ല രീതിയിൽ ഷുഗർ ഉള്ളവർ, ഈവൻ കാർഡിയാക് റിസ്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫൈബ്രോസ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. 6 മാസവും വർഷത്തിലൊന്നോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫൈബ്രോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറ്റൊക്കെ ശ്രദ്ധിച്ച് വെയിറ്റ് മാനേജ്മെൻറ്റൊക്കെ നോക്കി വെയിറ്റ് കുറച്ച് ഇതിന് തിരിച്ചുകൊണ്ട് പിന്നെ ഫാർമക്കോളജി മരുന്നുകളുണ്ട്, ഡ്രഗ്സും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചില omega-3 ഫാറ്റി ആസിഡ് കഴിക്കും, എനിക്ക് ഫാറ്റ് ലിവർ ഉണ്ട് ഡോക്ടറെ, ഇത് കഴിച്ചാൽ കുറയുമെന്ന് ചോദിക്കും. നമ്മളത് കഴിച്ചാൽ നല്ലതാണ്. പക്ഷേ വെയിറ്റ് മാനേജ്മെൻറ്റാണ് ഏറ്റവും പ്രധാനം, ഡയറ്റ് ആൻഡ് വെയിറ്റ് മാനേജ്മെൻറ്റ്. അപ്പം ഡയറ്റ് കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഒരു ബാലൻസ് ഡയറ്റ് കഴിച്ച്, കൂടാതെ പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഷുഗർ നല്ലപോലെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 കിലോഗ്രാം വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് 10 മില്ലിഗ്രാം ഷുഗറാണ് കുറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് 16% ഡയബറ്റിസ് ഉള്ള റിസ്ക്കും കുറയും. ഇപ്പോൾ ഡയബറ്റിസ് ഇല്ലാത്തതാണ് വെയിറ്റ് കുറച്ച് 1 കിലോഗ്രാം കുറയ്ക്കുകയാണെങ്കിൽ 16% ഡയബറ്റിസ് ഉള്ള ചാൻസ് കുറയുന്നത്. അതായത് നമ്മൾ ശരിക്കും ഒരു ബോർഡർ ലൈൻ പ്രീ ഡയബറ്റിസ് നിൽക്കുകയാണെങ്കിൽ 5.6 to 6.4 വരെ HbA1c നിൽക്കുന്ന ഒരാളാണെങ്കിൽ, കുടുംബപരമായിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ഒരു 5 to 10 കിലോഗ്രാംസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 5 to 10 ഇയേഴ്സ് നമുക്ക് ഷുഗറില്ലാതെ പോകാനും ഡയറ്റിലൂടെ പോകാനും സാധിക്കും. കൂടാതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി 1/2 മണിക്കൂർ എക്സസൈസ്, ആഴ്ച 5 ദിവസം 15 മിനിറ്റ്സ് വെച്ച്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടോട്ടൽ 150 മിനിറ്റ്സ്, അതായത് 30 × 5 150 മിനിറ്റ്സ് നമ്മളൊരു എക്സസൈസ് വീക്കിലി ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കൺട്രോൾ ചെയ്തും ഷുഗർ കൺട്രോൾ ചെയ്തും നമുക്ക് ഫാറ്റി ലിവർ ഡിസീസ് തടയാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ ഡയബറ്റിക്കാർ പലപ്പോഴും വണ്ണം കാണും, ഷുഗർ കൺട്രോൾ ആയിരിക്കും, പക്ഷേ നമ്മൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കണം, BP യുടെ മരുന്ന് കഴിക്കണം,
കഴിക്കണം, ഷുഗറിൻ്റെ മരുന്ന് കഴിക്കണം, അതുകൂടാതെ ചില ഒമേഗ 3 കഴിക്കുന്നവരുണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണ് കൂടുതലും ഫൈബ്രോസ്കാൻ ലൈവ്. അല്ലാത്തവർ നമ്മൾ റെഗുലറായിട്ട് ഐ ചെക്കപ്പൊക്കെ ചെയ്യുന്ന പറഞ്ഞ പോലെ സ്ക്രീനിങ്, ഇയർലി ഒരു സ്ക്രീനിങ് ഫൈബ്രോസ്കാൻ ചെയ്ത് നോക്കി നമ്മുടെ ഫൈബ്രോസിൻ്റെ സ്റ്റേജ് ആയിട്ടുണ്ടോ, അത് ഫാറ്റ് ലിവറേ ഉള്ളോ, അത് ഡയറ്റ് നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ വെയിറ്റ് എത്ര കുറയ്ക്കണം എന്ന് ഡോക്ടറുടെ റെസ്പോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈബ്രോസ് തടയാനും സിറോസിലേക്ക് പോകുന്ന തടയാനും സാധിക്കും. താങ്ക് യു.